എന്റെ പ്രിയപ്പെട്ടവരെ, മദീനത്ത് കടന്നു ചെല്ലുമ്പോൾ കാണാം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നുറങ്ങുന്ന മസ്ജിദുൻ നബവിയിലെ ആ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ മുത്തുനബി കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും രണ്ടുപേര് കിടക്കുന്നുണ്ട്. ആരാ? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ പ്രവാചകന്റെ ചാരത്ത് കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭരണാധികാരിയാണല്ലോ. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഭരണാധികാരിയായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഉമർ തങ്ങളെ പടച്ചവനെ പള്ളിയിൽ സുബഹി നമസ്കരിക്കാൻ വേണ്ടി കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്വലാത്തു ഖൈറും മിനൻ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്ക് വിളിച്ചു കഴിഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. പടച്ചവനെ സ്വഹാബികൾ മുഴുവനും പള്ളിക്കകത്ത് വന്ന് കാത്തിരിക്കുകയാണ്. ഉമർ തങ്ങൾ പള്ളിക്കകത്തേക്ക് കടന്നു ചെന്നു. അവിടെ നിന്ന് ഇഖാമത്ത് കൊടുത്തു. ഉമർ തങ്ങളാണ് ഇമാമത്ത് നിൽക്കുന്നത്. അവിടെ നിന്ന് സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയുടെ മിഹ്റാബിന്റെ മുന്നിൽ മുസല്ലയുടെ മുന്നിലേക്ക് കയറി നിൽക്കുകയാണ്. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് ഇരു കരങ്ങൾ അവിടെ നിന്ന് കെട്ടുകയാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പടച്ചവനെ നമസ്കാരം തുടങ്ങുകയാണ്. അവിടെ നിന്ന് ഫാത്തിഹ ഓതി, അവിടെ നിന്ന് ഫാത്തിഹ ഓതി. ഓതുന്ന സൂറത്തേതാ? സൂറത്തു ത്വാഹയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ത്വാഹയാണ് ബോധുന്നത്. ആരാണ് ബോധുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ തങ്ങളെ നന്നാക്കിയതാ ത്വാഹ എന്ന് പറയുന്ന സൂറത്താ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കാൻ പോയ കാട്ടാളനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പോകുന്ന വഴിയിൽ തന്റെ കൂടപ്പറപ്പ് മുസ്ലിമ എന്നറിഞ്ഞപ്പോ ഫാത്തിമ എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട കൂടപ്പറപ്പിന്റെ കഴുത്ത് വെട്ടുന്നതിന് വേണ്ടി വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് കേൾക്കുകയാണ്. സൂറത്തു ത്വാഹയുടെ ഒന്നാമത്തെ ആയത്ത്. ആയത്തുകളാണ് തന്റെ കൂടപ്പുറപ്പിരുന്ന് പാരായണം ചെയ്യുന്നത്. ഈ സൂറത്ത് കേട്ടപ്പോഴാണ് ഉമർ തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ നീ എന്തോ പാരായണം ചെയ്യുന്നത് കേട്ടല്ലോ, എനിക്കൊന്ന് പറഞ്ഞു തരുമോ ഫാത്തിമ? ഉമർ തങ്ങളുടെ ജീവിതത്തിൽ വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ കാരണമായതാ ഖുർആനിലെ സൂറത്തു ത്വാഹ എന്ന അധ്യായമാ. എന്റെ പ്രിയപ്പെട്ടവരെ, സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഉമർ തങ്ങൾ ഓതുന്ന സൂറത്തു ത്വാഹ അങ്ങനെ ഓതി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. പള്ളിക്കകത്ത് എല്ലാവരും നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസിയായ ഒരു മനുഷ്യനുണ്ടല്ലോ, അതാ വിഷം കടത്തിയ ഒരു കടാരയുമായി പള്ളിക്കകത്തേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു തനതാ ഊരി പിടിച്ച വാളുമായി അവിടെ നിന്ന് കടാരയുമായി പള്ളിക്കകത്ത് കൂടെ ഒന്നാമത്തെ സഫിന്റെ മുന്നിലൂടെ നടന്നു വന്നു. എന്നിട്ട് പള്ളിയുടെ മിഹ്റാബിൽ ഇമാമത്ത് നിൽക്കുന്ന ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടിവയറ്റിലേക്ക് അവിടുന്ന് വിഷം കടത്തിയ കടാരയങ്ങ് കുത്തിയിറക്കുകയാ. ഉമർ തങ്ങളുടെ വയറ്റിലേക്കാണ് കുത്തിക്കേറ്റുന്നത്. പടച്ചവനെ അവിടുന്ന് കഥാ കത്തി വലിച്ചൂരുകയാണ്. ഉമർ തങ്ങളുടെ വയറ്റിൽ നിന്ന് രക്തമങ്ങ് ഒഴുകുകയാണ്. ഈ മനുഷ്യനുണ്ടല്ലോ, ഇറങ്ങി പോകുന്ന സമയത്ത് പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന 7ഓളം വരുന്ന സ്വഹാബത്ത്
സുബഹിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന 7ഓളം വരുന്ന സ്വഹാബികളെ കുത്തിമലർത്തിയിട്ട് ഇറങ്ങി ഓടുകയാണ്. അവര് തയ്യാറായില്ല. അവസാനം പടച്ചവനെ സ്വഹാബത്ത് അവിടുന്ന് നമസ്കാരം കഴിഞ്ഞ സലാം വീട്ടി എന്നിട്ട് ഓടി വരുമ്പോ സ്വഹാബികൾ കുത്തുകൊണ്ട് കിടക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ അനങ്ങുന്നില്ല. ഉമർ തങ്ങള് ബോധം കെട്ട് കിടക്കുകയാ. ഉമർ തങ്ങള് ബോധം കെട്ട് കിടക്കുകയാ. ആ സമയത്താണ് സ്വഹാബികൾ അടുത്ത് വന്നിരുന്നിട്ട് ഉമർ തങ്ങളെ വിളിക്കുകയാണ്. എഴുന്നേക്കുന്നില്ല, എഴുന്നേക്കുന്നില്ല. പടച്ചവനെ സ്വഹാബികൾ മുഴുവനും പ്രയാസത്തിലിരിക്കുമ്പോ പള്ളിയുടെ പുറകില് ആ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന ഉമർ തങ്ങളുടെ മകനുണ്ടല്ലോ, വാപ്പാനെയാണ് കുത്തി താഴെയിട്ടിരിക്കുന്നത്. കെട്ടിയ കൈയടിക്കാത്ത മകനുണ്ടല്ലോ, അവിടെ ഇരുന്നു കൊണ്ട് സ്വഹാബത്തിനോട് പറയുന്നു, സഹാബാ എന്റെ വാപ്പ എഴുന്നേക്കണമെങ്കിൽ, എന്റെ വാപ്പ എഴുന്നേക്കണമെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാ, ഞാനൊരു വഴി പറഞ്ഞു തരാ. എന്റെ വാപ്പാടെ ചെവിയുടെ ചാരത്ത് ചെന്നിട്ട് നിങ്ങൾ ആരെങ്കിലും പറവുമറേ അസ്വലാ, നിസ്കരിക്കാ സമയമായെന്ന് പറ, നിസ്കാരമെന്ന് പറ. പടച്ചവനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോനാ പറയുന്നത്. അങ്ങനെ സ്വഹാബികൾ ഉമർ തങ്ങളുടെ ചെവിയുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, ഉമറേ അസ്സലാ, നമസ്കാരമെന്ന് പറയുമ്പോ മരണത്തോട് മല്ലടിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഞെട്ടിയങ്ങുണരുകയാണ്. നമസ്കാരമെന്ന് കേൾക്കുമ്പോൾ ഞെട്ടി ഉണരുകയാണ്. ആദ്യം ചോദിച്ച ചോദ്യം, സഹാബാ നിസ്കാരം പൂർത്തീകരിച്ചോ? സഹാബാ നമസ്കരിച്ചോ? സഹാബ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ തങ്ങൾ പടച്ചവനെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. എല്ലാവരും കാണാൻ വരുന്നുണ്ട്. മരിക്കുമെന്നുറപ്പാണ്, ഒരു മരുന്നുമില്ലല്ലോ. എല്ലാവരും അടുത്തു വന്ന് നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് പിരിഞ്ഞു പോവുകയാ. ആ സമയത്താണ് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. എന്നിട്ട് വിളിക്കുന്നു, അമീറുൽ മുഅ്മിനീൻ, ഉമർ തങ്ങളെ എന്തിനാ കരയുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഉമറേ, നിങ്ങൾ ആരാണെന്നറിയോ? നിങ്ങൾ പണ്ടാരായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാ പോയവനാ ഉമറേ. 100 ഒട്ടകത്തിന് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാൻ പോയവനല്ലേ ഉമറേ? ആ പോയ നിനക്ക് അല്ലാഹു ഹിദായത്ത് തന്നല്ലോ, അല്ലാഹു നിന്നെ മുസ്ലിമാക്കിയല്ലോ. റസൂലുള്ളാഹിയുടെ കയ്യിൽ പിടിച്ചിട്ടല്ലേ നീ ഷഹാദത്ത് കലിമ പറഞ്ഞത്. റസൂലുള്ള നിങ്ങളെ വല്ലാതെ സ്നേഹിച്ചല്ലോ. പ്രവാചകൻ എവിടെ പോയാലും കൂടെ കൊണ്ട് നടക്കുമായിരുന്നല്ലോ. നിങ്ങൾ ഇസ്ലാമിന്റെ ഖലീഫയായില്ലേ, നിങ്ങൾ ഇസ്ലാമിന്റെ ഭരണാധികാരിയായില്ലേ? ഉമർ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഉമറേ, ഒരാൾക്കും കിട്ടാത്ത ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് നൽകിയില്ലേ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം ഈ മദീനത്ത് കടന്ന് ഷഹീദായി മരിക്കണമെന്നായിരുന്നല്ലോ. മക്കത്തും മദീനത്തും യുദ്ധമില്ലല്ലോ. എന്നിട്ടും അല്ലാഹു പടച്ചവനെ നിങ്ങൾക്ക് ഈ മണ്ണിൽ കടന്ന് ഷഹീദാകാൻ, ഷഹീദായി മരിക്കാൻ അല്ലാഹു നിങ്ങൾക്കൊരവസരം നൽകിയില്ലേ? നിങ്ങളെക്കാളും ഭാഗ്യവാനാരാണ്? നിങ്ങളെക്കാളും ഭാഗ്യവാനാരാണ്? ഉമർ തങ്ങളോട് ഇങ്ങനെ പറയുമ്പോ ഉമർ തങ്ങളുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. എനിക്കല്ല ഇത്രയും വലിയ ഭാഗ്യം തന്നല്ലോ. എനിക്ക് അല്ലാഹുവേ എന്റെ പഴയകാലം ഈ ചെറുപ്പക്കാരൻ ഓർമ്മിപ്പിച്ചല്ലോ. ഉമർ തങ്ങൾക്ക് വലിയ സന്തോഷമായി. ഇത്രയും പറഞ്ഞിട്ട് ഈ
ചെറുപ്പക്കാരൻ അങ്ങോട്ട് തിരിഞ്ഞു നടക്കുകയാണ്. കുറച്ചങ്ങ് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരു കാഴ്ച കാണുകയാണ്. ഉമർ തങ്ങൾ ഒരു കാഴ്ച കാണുകയാണ്. ആ നടന്നു പോകുന്ന ചെറുപ്പക്കാരനോട് ഉമർ തങ്ങൾ വിളിക്കുന്നു, യാ ബുനയ്യ, ഈ പൊന്നുമോനെ ഒന്ന് നിൽക്കടാ പൊന്നുമോനെ. ആ നടന്നു പോകുന്ന ചെറുപ്പക്കാരനെ തിരിച്ചു വിളിക്കുകയാണ്. ഇത്രയും മനസ്സിന് കുളിർമയുണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് നടന്നു പോകുന്ന ചെറുപ്പക്കാരനെ വിളിക്കുന്നു, മോനെ ഒന്ന് നിൽക്കടാ പൊന്നുമോനെ. എന്നിട്ട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? എടാ ചെറുപ്പക്കാരാ, നീ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, അത് ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഞെരിയാണിയുടെ താഴെ കിടക്കുകയാണ്. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ, അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മോനെ, നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. അതൊരു അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അതൊന്നും പിന്നെ പറയണ്ട. ചില ആൾക്കാരൊക്കെ നടന്നു കഴിഞ്ഞാൽ അവന്റെ വസ്ത്രം, അവന്റെ പാന്റ് അത് പൊക്കണമെങ്കിൽ വേറെ ആള് വേണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. പിന്നെ ഇവിടെ പറയുന്നില്ല, ചിലരൊക്കെ മുണ്ടുടുത്തി കഴിഞ്ഞാൽ ഞെരിയാണിക്ക് താഴെ ഇട്ട് റോഡിൽ കൂടെ വലിച്ചുകൊണ്ട് നടക്കും. ചിലതാണെങ്കിൽ പിന്നെ മാന്യന്മാരാ പൊക്കി ഒരു ഉടുത്ത, എവിടെ അടി കിടക്കണ സാധനം വരെ വെളിയിൽ കാണുന്ന രീതിയിൽ ഒരു ഉടുത്ത്. നരച്ചയ്ക്ക് ചില ആൾക്കാരൊക്കെ റോഡിൽ കൂടെ നടക്കുമ്പോ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്, പൊക്കി ഉടുത്താൻ പറ്റണില്ല, സദസ്സായത് കണ്ട് ഒരു ഉടുപ്പുണ്ട് കണ്ടിട്ടുണ്ട്. അതിനെന്താ ഇപ്പൊ ഇവിടെ പറയാ? ഈ മുണ്ടിങ്ങനെ മടക്കിയിട്ടൊരു ഉടുത്തുണ്ടല്ലോ, അതിനെന്താ പറയാ? മടിക്കത്ത്. അവന്റെ കമ്പനി വെളിയിൽ കാണാം, താഴെ കിടക്കണേ. അടി കിടക്കുന്നതിന്റെ കമ്പനി അവന്റെ തൊട കാണാനല്ലേ നാട്ടുകാർക്ക് മുഴുവനും കാണിച്ചു കൊടുക്ക. ഐശ്വര്യ റായിയുടെ എന്ന കണ്ടോ കണ്ടോ കണ്ടോ. നിന്നെ കള്ള എന്തിന്ന് ആലോചിച്ച് നോക്ക്. എടാ സ്വന്തം നശിച്ചടാ, എന്തിനാ നാട്ടുകാരെ കൂടെ. ഉസ്താദ് പെണ്ണുങ്ങളുടെ ഫർദയെ കുറിച്ച് പറയും, പെണ്ണുങ്ങൾ അങ്ങനെ ഇട്ടുകൊണ്ട് നടക്കണം, ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കണം. ഇവിടെ ഒരുത്തൻ മോളി വരെ കെട്ടിയിട്ട് അവന്റെ സർവ്വതും കാണിച്ചുകൊണ്ട് നടക്ക. നിന്നെ അല്ല എവിടെ കൊണ്ടെറിയോ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ വൈകുന്നേരം ഒക്കെ പോയി കഴിഞ്ഞാൽ നിക്കറ് ഇട്ടുകൊണ്ടാ. അത് എന്താ പറയാ, സായിപ്പന്മാരിട്ട വെറുമ്പൂട, നമ്മളിട്ട ല്ലേ. ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളി, ഫുട്ബോൾ കളി, രാത്രി മൊത്തവും. കാസർഗോഡിന്റെ പരിസരത്ത് കൂടെ പോയ രാത്രി പല സ്ഥലങ്ങളിൽ എന്ത് കാണാം? ഇത്രയുള്ള സാധനം ഇട്ടുകൊണ്ട് എന്നിട്ട് കളിക്കുക. ഫുട്ബോൾ കളി, ക്രിക്കറ്റ് കളി, കളിയടാ. അള്ളാഹു നിന്നെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒന്ന് ചിന്തിക്ക്. എന്ത് നിനക്ക് ബോധമില്ലാതെ പോണേ? ഞെരിയാണിക്ക് താഴെ നീ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കരുത്. അത് അഹങ്കാരത്തിന്റെ അടയാളം. അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, അള്ളാഹുവിന് ഇഷ്ടമല്ല. നീ ജീവിതത്തിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പാപ്പാ വയസ്സ് കുറെ ആയില്ലേ, 40 50 ആയിട്ട് നീ ഇങ്ങനെ മടക്കി കുത്തി നടക്കുന്നല്ലോ വാപ്പാ എന്ന് ചിന്തിച്ചു നോക്ക്. എടാ, ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറിയ 10 15 20 വയസ്സുള്ള കുട്ടി ചെയ്താ പറയാ ഓന് ബോധമില്ലെന്ന് പറയാ. ഈ 50 വയസ്സുള്ള വാപ്പായ്ക്ക് നീ എന്ത് ബോധം? 50 വയസ്സുള്ള വാപ്പായ്ക്ക് നീ എന്ന് ബോധം വരാനാ? മുണ്ടും മടക്കി അങ്ങോട്ട് കുത്തിയിട്ട് പടം മസിലും കാണിച്ചിട്ട് നടക്കാ ഇങ്ങനെ റോഡിൽ കൂടെ. പച്ച മടല് വെട്ടിയിട്ട് തല്ലാൻ ആളില്ലാതെ പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സ്വന്തം പിഴച്ചു, ഇനി മറ്റുള്ളവനെ കൂടെ പിഴപ്പിക്കുകയാണ്. എന്തു വലിയ പാപ. അപ്പം നീ എന്തിന്? നീ ചെയ്തിട്ട് നാട്ടുകാരെ മുഴുവനും കാണിച്ചു കൊടുത്ത് ഹറാമല്ലേ? ഈ കാണുന്നത് ഔറത്തല്ലേ? ഔറത്ത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.
അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹങ്കാരം ഒരു കടുകുമണികളുടെ അളവെങ്കിലും നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിന്റെ കാര്യം പോയി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അഹങ്കാരം അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. അപ്പൊ നാളെ പരലോകത്ത് നാണം കെട്ടുവരുന്ന ഒന്നാമത്തെ വിഭാഗം ഹൃദയത്തിൽ അഹങ്കാരമുള്ളവരാ. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്തപ്പോഴ അവിടെ അടി തുടങ്ങിയ ഒന്ന് പിടിച്ചു നിർത്തി. ഇപ്പോഴാണെങ്കിൽ ബിസ്മീം പറഞ്ഞാൽ റെഡിയാവും ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ വിഭാഗമാരാ? 11 മണി കഴിഞ്ഞപ്പോ പറഞ്ഞ ഇപ്പൊ തന്നെ 11:10 ഞാൻ പറഞ്ഞത് 11 മണിക്ക് നിർത്താന്ന്. എന്ത് വേണോപ്പാ? ആദം നബി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് കള്ളു കുടിച്ചുകൊണ്ടാണോ? പെണ്ണ് പിടിച്ചത് കൊണ്ടാണോ? നിസ്കരിക്കാത്ത കൊണ്ടാണോ? അല്ല. അള്ളാഹു ആദം നബിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് വാക്ക് പറഞ്ഞിട്ട് പാലിക്കാത്തതിന്റെ പേരില്ല. ഞാൻ 11 മണിക്ക് നിർത്താന്ന് പറഞ്ഞു, ഇപ്പൊ തന്നെ 11:10 10 മിനിറ്റ് കൂടുതലായി. അള്ളാഹു എനിക്ക് പുറത്തേരുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹ് എനിക്ക് പുറത്തേരുമാറാകട്ടെ. എന്ത് വേണം? ഒരെണ്ണം കൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഇരുന്നാ പറയാം, ഇല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്ത് വേണം? പെട്ടെന്ന് തീരുമാനിക്കും മനുഷ്യന്മാരെ. പറയണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ കൈപൊക്കിക്കേ. പൈസ ചോദിക്കുമ്പോഴും ആത്മാർത്ഥതയൊക്കെ കാണണം. ഞാൻ അവസാനം ഇത്തിരി പൈസ ചോദിക്കും, അപ്പോഴും ഈ പൊക്കിയതുപോലൊക്കെ എല്ലാവരും ഇവിടൊക്കെ തന്നെ കാണണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹ് ഭാഗ്യം തരുമാറാകട്ടെ. രണ്ടാമത്തെ വിഭാഗമാരാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഒരു വിഭാഗം ഇങ്ങനെ കടന്നു വരികയാണ്. റസൂലുള്ള പറയുകയാണ്, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഒരു വിഭാഗം ഇങ്ങനെ കടന്നു വരികയാണ്. അവരുടെ രംഗം എങ്ങനെയെന്നറിയുമോ? മൻ തഖലതി ജാഹുൽ കിബിലാ ജാ യൗമൽ ഖിയാമ സഖലുഹു ബൈന ഐനൈ. ഈ പാപം ചെയ്യാത്ത ഒരാള് പോലും ഈ സദസ്സിലുണ്ടാകില്ല. ഈ പറയുന്ന പാപം ചെയ്യാത്ത ഒരൊറ്റ മഖ്ലൂഖ് പോലും ഈ സദസ്സിലുണ്ടാകില്ല. നമ്മളൊക്കെ ജീവിതത്തിൽ ചെയ്ത പാപമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന, നാളെ ഖബറിന്റെ അകത്ത് നിന്ന് പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന രണ്ടാമത്തെ വിഭാഗമാരെന്നറിയുമോ? അവരേത് രൂപത്തിലാ വരുന്നത്? അവരേത് രീതിയിലാ കടന്നു വരുന്നത്? അവരുടെ നെറ്റിയുണ്ടല്ലോ, അവരുടെ 2 കണ്ണുകളുണ്ടല്ലോ. ആ കണ്ണുകൾക്കിടയില് ഞാനും നിങ്ങളും തുപ്പുന്ന തുപ്പലുകളുണ്ടല്ലോ. ഞാനും നിങ്ങളും കാർക്കിച്ച് തുപ്പുമല്ലോ. ഈ തുപ്പുന്ന തുപ്പലുകൾ മുഴുവനും നിന്റെ മുഖത്ത് അല്ലാഹു കൊണ്ടുവരികയാ. നാളെ ഈ തുപ്പലുകൾ മുഴുവനും നിന്റെ നെറ്റിയിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ചുമന്നുകൊണ്ടാണ് വരുന്നത്. ഈ ഭൂമിയിൽ തുപ്പിയ തുപ്പലുകൾ മുഴുവനും നിന്റെ നെറ്റിത്തടത്തിൽ അല്ലാഹു കൊണ്ടുവരും. അങ്ങനെ അത് മുഴുവനും ചുമന്നുകൊണ്ട് നാണം കെട്ടവനെ പോലെ ദുർഗന്ധമടിക്കുന്ന കോലത്തില് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ഒരു വിഭാഗം കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അവരാണ് രണ്ടാമത്തെ വിഭാഗം. അവരാണ് രണ്ടാമത്തെ വിഭാഗം. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, ആരാണ് നബിയേ? ആരാണ് നബിയേ? മുഖം മുഴുവനും നെറ്റിത്തടം മുഴുവനും ദുർഗന്ധമടിക്കുന്ന തുപ്പലുകളും ചുമന്നുകൊണ്ട് കടന്നു വരുന്നവരാരാ? ഇവരെന്തു പാപം ചെയ്തവരാ? ഇവരെന്തു പാപം ചെയ്തവരാ? ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാരോട്, ചെറുപ്പക്കാരോട്, എന്റെ ഉമ്മ പെങ്ങന്മാരോട്, ഉമ്മാ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നീ പാപം ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ പറയുന്ന പാപം നീ ചെയ്തിട്ടുണ്ട്. ഇന്ന് തൗബ ചെയ്യാതെ പിരിയല്ലോ. ഇന്ന് ചെയ്തു പോയ പാപത്തിന്റെ പേരിൽ പടച്ചറപ്പിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് തൗബ ചെയ്യാതെ ഇവിടെ ഒരു മനുഷ്യൻ പോലും പിരിഞ്ഞു പോകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, സഹാബാ, അവർ ചെയ്ത പാപം എന്തെന്നറിയുമോ? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത്
ചില ആൾക്കാർ കടന്നു വരുമ്പോ നമ്മൾ ഈ തുപ്പുന്ന തുപ്പലുകൾ മുഴുവനും നമ്മുടെ കണ്ണിന്റെ ഇടയിൽ ഉണ്ടാകും. നമ്മൾ ഈ ദുനിയാവിൽ തുപ്പിയ തുപ്പലുകൾ മുഴുവനും നമ്മുടെ നെറ്റിത്തടത്തിൽ അള്ളാഹു കൊണ്ടുവെക്കും. എന്നിട്ട് അത് ചുമന്നുകൊണ്ട് പുഴുത്തു നാറി ദുർഗന്ധമടിക്കുന്ന കോലത്തിൽ ചിലര് നാളെ കോടതിയിൽ കടന്നു വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്ക അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും ഈ പാപം ചെയ്തവരാ, ഒരാളും ഒഴിവാകൂല. ഈ സദസ്സിലിരിക്കുന്ന ഒരാളും ഒഴിവാവില്ല. ഞാനും നിങ്ങളും ഈ പാപം ചെയ്തവരാ. അള്ളാഹിനോട് തൗബ ചെയ്യാതെ പിരിയരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അവര് ചെയ്ത പാപം എന്തെന്നറിയോ? കിബിലയുടെ നേരെ തുപ്പിയവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എവിടെ തുപ്പിയവർ? പറ, എവിടും എങ്ങോട്ട് തുപ്പിയവർ? പറ മനുഷ്യ, എങ്ങോട്ട് തുപ്പിയവർ? കിബിലയുടെ നേരെ തുപ്പിയവർ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹ് നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മളെ തുപ്പിയിട്ടില്ലേ? ജീവിതത്തിൽ എത്ര പ്രാവശ്യം അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബയുടെ നേരെ തുപ്പിയവരാ ഞാനും നിങ്ങളും. അള്ളാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെ ഒരു നാണവും ഹാനിലെ തുപ്പലിനെ നിന്നങ്ങ് തുപ്പാ. കിബിലയുടെ നേരെ അള്ളാഹുടെ പള്ളിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ജനലിലൂടെ തുപ്പരുത്, കിബിലയുടെ നേരെ തുപ്പരുത്, എഴുതി വെച്ചിരിക്കുന്നൊരവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ആലോചിക്കേ. ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് സത്യത്തിൽ എങ്ങോട്ടാ തുപ്പേണ്ടത്? പറ, എങ്ങോട്ടാ തുപ്പേണ്ടത്? നിന്റെ ഇസ്ലാം ദീൻ പഠിപ്പിക്കുന്ന ഒരാള് തുപ്പേണ്ടത് എവിടേക്കാ? നേരെ മുന്നിലേക്കാണോ, വലതുഭാഗത്തേക്കാണോ, ഇടതുഭാഗത്തേക്കാണോ, ഇനി പുറകിലേക്കാണോ? എങ്ങോട്ടാ തുപ്പണ്ടേ? പറ. എവിടെ? ഇടതുഭാഗത്ത്. ആരാ അപ്പ ഇടതുഭാഗത്ത് തുപ്പണേ? എടാ, നിന്റെ ദീൻ പഠിപ്പിക്കുന്നത് നീ ഇടതുഭാഗത്തേക്ക് തുപ്പാൻ പാടുള്ളൂ. ബസ്സിനകത്തൊക്കെ ഇരുന്നിട്ട് ഒരൊറ്റ തുപ്പ. പടച്ചവനെ പുറകിരിക്കണ പാവപ്പെട്ടവർ മുഴുവൻ മഴത്തുള്ളി വീഴുന്ന പോലെ തുടയ്ക്ക. ചില ചങ്ങാതിമാര് AC ഇട്ട് ഇങ്ങനെ പോകും. ക്ലാസ് ഇങ്ങോട്ട് താപം ഒറ്റ ബൈക്കാരന്റെ തലയിൽ പാവം. ഇടതുഭാഗത്ത് ആരാപ്പ നോക്കണേ? ഞാനോ നിങ്ങളെ ഇടതുഭാഗം നോക്കാറുണ്ടോ? ഇല്ല സഹോദര. കിബിലയുടെ നേരെ തുപ്പുക. പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാ എഴുന്നേറ്റ് പോയി തുപ്പാൻ മടി കാരണം പതുക്കെ ഇങ്ങനെ കയ്യിൽ തുപ്പിയിട്ട് അടിയിലോട്ട് തേച്ച് വെക്കുക. പള്ളിയിലെ നിസ്കാരപ്പായിലടിയിലെ എഴുന്നേറ്റ് പോകാനും മടിയുള്ളവർ ഒന്ന് ആലോചിച്ചു നോക്കിയ സഹോദരങ്ങളെ. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അള്ളാഹ് നമുക്ക് പുറത്തു തരുമാറാകട്ടെ. കിബിലയുടെ നേരെ തുപ്പാൻ പാടില്ല. ഇനിയെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെ നിന്ന് തുപ്പിയ നീ നാളെ നാണം കെട്ടെ അള്ളാഹിന്റെ കോടതിയിൽ വരൂ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ശ്രദ്ധിക്കണം, ദീൻ പഠിപ്പിക്കുന്നുണ്ട് ഇടതുഭാഗത്തേക്കാണ് സത്യത്തിൽ തുപ്പേണ്ടത്. ഇടതുഭാഗത്തേക്ക് വേണം തുപ്പാൻ. നോമ്പുകാരൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, എങ്ങോട്ടാ തുപ്പണേന്ന് തന്നെ അറിയില്ല. ഇങ്ങനെ തുപ്പിക്കൊണ്ട് നടക്കാം. ഈ ലൂസ് മോഷൻ വന്ന ആൾക്കാർ ഇങ്ങനെ ഉണ്ടല്ലോ, പറവകൾക്ക് വരുന്നവർ ഇങ്ങനെ തുപ്പി 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 നോമ്പുകാരനാണെന്ന് അറിയിക്കാൻ. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുമ്പോൾ മുഖത്ത് തുപ്പലുകളും ചുമന്നുകൊണ്ട് കടന്നു വരുന്ന രണ്ടാമത്തെ വിഭാഗം അവര് കിബിലയുടെ നേരെ തുപ്പുന്നവരാ. അല്ലാഹുവേ, അവരാണ് നാളെ പരലോകത്തിലെ രണ്ടാമത്തെ നിന്നിനെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, രണ്ടറിവുകളാണ് പഠിച്ചത്, രണ്ട് നന്മകളാണ് പഠിച്ചത്. ഒന്നാമത്തെ നന്മ എന്തെന്നറിയുമോ? ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഒരു കടുകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടോ, അവൻ നാളെ നാണം കെട്ടവനായിട്ടേ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരൂ. അവൻ അല്ലാഹുവിന്റെ കോടതിയിലെ നാണം കെട്ടവനാണ്. അവൻ അല്ലാഹു ചെറിയ ഉറുമ്പിന്റെ രൂപത്തിലാണ് കൊണ്ടുവരുന്നത്, ചെറിയ ഉറുമ്പിന്റെ കോലത്തിലാണ് കൊണ്ടുവരുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അഹങ്കാരമില്ല എന്ന് പറയുന്നവരെ, ആ അഹങ്കാരമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള അടയാളം എന്തെന്നറിയുമോ? നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചടച്ചു കൊണ്ട് നടക്കുന്നത് അഹങ്കാരമുള്ളതിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ രണ്ടാമത്തെ കാര്യം എന്താ? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് മുഖത്ത് മുഴുവനും തുപ്പലുകളുമായി ആ പടച്ചവനെ ഉഹദ് മലയോളം വലിപ്പത്തിൽ തുപ്പലുകളും ചുമന്നുകൊണ്ട് വൃത്തികെട്ടവരെ പോലെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന
രണ്ടാമത്തെ വിഭാഗമാരെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ. ഞാനും നിങ്ങളും ഓരോ നേരം നിസ്കരിക്കുമ്പോഴും ആ കിബിലയുടെ നേരെ നിന്നാണ് നിസ്കരിക്കുന്നത്. ഹൃദയത്തിൽ ഒരു കടുകുമടയുടെ അളവെങ്കിലും ഈമാനുള്ളവന്റെ ജീവിതത്തിൽ വലിയൊരു അഭിലാഷമാണ്. മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുറ്റത്ത് ചെന്ന് നിന്നിട്ട് ആ കഅബ കണ്ടുകൊണ്ട് നിസ്കരിക്കണമല്ലോ. ആ കഅബയുടെ കില്ല പിടിക്കണമല്ലോ. ആ കഅബയിൽ നെഞ്ച് തീർത്ത് വെച്ച് ദുആ ചെയ്യണമല്ലോ. ആ ഹജറുൽ അസ്വദ് എന്ന് ചുംബിക്കണമല്ലോ. ഇസ്മായിൽ അകത്ത് കയറി നിസ്കരിക്കണമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ഹൃദയത്തിൽ വലിയൊരു അഭിലാഷമാണ് ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം, കഅബ കാണണം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് ഖിബലയുടെ നേരെ തുപ്പല് റസൂലുള്ളാഹി പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇടതുഭാഗത്തേക്കാണ് തുപ്പേണ്ടത്, വലതുഭാഗത്തേക്കല്ല, മുൻഭാഗത്തേക്കല്ല, ഇടതുഭാഗത്തേക്കാണ് തുപ്പേണ്ടതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, പ്രഭാഷണം നിർത്തുകയാണ്. പടച്ച റബ്ബിന്റെ മുന്നിൽ കരങ്ങൾ നീട്ടിയിട്ടു ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തു പോയത് മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്യാ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മകനോട് പറഞ്ഞു കൊടുത്തു, മോനെ, തൗബ ഒരിക്കലും നീ പിന്തിക്കരുത്. തൗബ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു മാറ്റിവെക്കരുത്. തൗബ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു മാറ്റിവെക്കരുത്. കാരണം എന്തെന്നറിയുമോ? മരണം എപ്പോഴാണ് വരുന്നതെന്നറിയില്ല. അസ്റായിൽ എപ്പോഴാണ് വരുന്നതെന്നറിയില്ല. പടച്ചവനെ, മംഗലാപുരം നിങ്ങളുടെ പരിസരത്താണല്ലോ. ഒരാഴ്ച മുമ്പല്ലോ വിവാഹം കഴിഞ്ഞ് പടച്ചവനെ വിവാഹ പന്തലിലൂടെ കളിച്ച് ചിരിച്ച് നടന്ന പുതിയ പെണ്ണ് അതാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മണിയറയ്ക്കകത്തേക്ക് കടന്നുപോയി. പിറ്റേ ദിവസം രാവിലെ വിളിക്കുമ്പോ എഴുന്നേക്കാതെ പള്ളിപ്പറമ്പിലെ ഖബറിലേക്ക് കടന്നുപോയ പെണ്ണിന്റെ മരണം കേട്ടവരാ. ഇത്രയേ മനുഷ്യന്റെ ആയുസിന് വിലയുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, നാളെ നന്നാകാ, നാളെ തൗബ ചെയ്യാമെന്നല്ല, നേരം വെളുപ്പിക്കുമെന്നറിയില്ല, ഇവിടെ നിന്ന് വീടെത്തുമെന്നുറപ്പില്ല. അതുകൊണ്ട് പടച്ചവനെ, ഈ പുണ്യമായ റജബിന്റെ രാത്രിയില് ഈ സദസ്സിലിരുന്ന് കൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇനി കരങ്ങൾ ഉയർത്തിയിട്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഏറ്റുപറഞ്ഞ് അല്ലാഹുവിനോട് പടച്ചവരെ തൗബ ചെയ്ത് പിരിയാ. അല്ലാഹുവേ, ഈ പോകുന്ന വഴിയിലെങ്ങും മരിച്ചാ നീ സ്വർഗ്ഗം തരണേ അല്ലാ, നീ സ്വർഗ്ഗം തരണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നമ്മൾ എത്ര പേര് ഇവിടെ ഒരുമിച്ച് കൂടി പടച്ചവനെ ശിഹാബ് തങ്ങളുടെ പേരിൽ നടക്കുന്ന ഈ കാരുണ്യ പ്രവർത്തനമുണ്ടല്ലോ, മക്കളെ, വല്ലാത്ത പ്രതിഫലമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ തോറ്റുകൊടുക്കരുത്, നിങ്ങൾ പിന്മാറരുത്. പടച്ചവനെ, നിങ്ങൾ ചെയ്യുന്ന ഈ കാരുണ്യ പ്രവർത്തനത്തിന് വല്ലാത്ത പ്രതിഫലമാ. മഹാനായ സയ്യിദ് അവറുകള് നിങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനത്തിന് പടച്ചറപ്പ് തരുന്ന പ്രതിഫലം പറഞ്ഞല്ലോ. പടച്ചവനെ, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവരുണ്ടല്ലോ, സ്വന്തമായിട്ട് കയറിക്കിടക്കാനൊരു വീടില്ലാത്തവരുണ്ടല്ലോ, തന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഒരു ഗ്രാമ സ്വർണം പോലും ഇല്ലാത്ത എത്രയോ യതീമായ മക്കളുണ്ടല്ലോ, എത്രയോ വിധവകളായ പെണ്ണുങ്ങളുണ്ടല്ലോ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരുണ്ടല്ലോ. ഇതുപോലെ പാവങ്ങളെ സഹായിക്കാൻ, അവരുടെ കണ്ണുനീരൊപ്പാൻ, അവരെയൊക്കെ എന്തെങ്കിലും ഒരു രീതിയിൽ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മക്കളെ, അതിനേക്കാളും വലിയ ഒരു പുണ്യപ്രവർത്തനയില്ല, അതിനേക്കാളും ഒരു വലിയ സൽക്കർമ്മമില്ല. ഇർഹമൂ മൻ ഫിൽ അർളി ഇർഹമുകും മൻ ഫിസ് സമാ.
ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന ഹദീസ് മറന്നു പോകണ്ട. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, ഇത് മുന്നോട്ട് തുടരട്ടെ. എന്തൊക്കെ അപവാദങ്ങളും പരിഹാസങ്ങളും കേട്ടാൽ പടച്ചുറപ്പേ അതൊക്കെ ഒരു സ്വീകരണമായി കാണ്, അതൊക്കെ ഒരു ആനന്ദമായി കാണ്. എന്നിട്ട് പടച്ചവനെ അവർക്ക് മറുപടി പൊറുക്കാൻ നിൽക്കാതെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നടക്കൂ. അല്ലാഹുവേ ഇവർക്ക് അതിനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം കണ്ടു മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സ്വാലിഹായ അമലാക്കണേ തമ്പുരാനെ. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത മഹാപാപികളാണ് തമ്പുരാനെ. ചെയ്തു പോയ പാപങ്ങളുടെ കണക്ക് ഞങ്ങൾക്കറിയില്ല റഹ്മാനെ. നീ ഗഫൂർ ആണല്ലോ അല്ലാ, നീ റഹീമാണല്ലോ അല്ലാ, നീ കരുണക്കടലാണല്ലോ അല്ലാ. എത്ര വലിയ പാപം ചെയ്താലും നീ പൊറുത്തു തരാൻ കഴിവുള്ളവനല്ലേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ഇത് ഞങ്ങളുടെ തൗബയാണല്ലാ, ഇനി ഒരിക്കലും ഞങ്ങൾ ചെയ്യില്ല അല്ലാ. ഇവിടെ നിന്നിറങ്ങി പോകുമ്പോ പാപങ്ങൾ പൊറുത്തവരായ നിലയിൽ യാത്രയാക്കണേ അല്ലാ. ഈ പോകുന്ന വഴിയിലെങ്ങോ മരിച്ചാ നീ സ്വർഗം തരണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിന്റെ അകത്താണ് റബ്ബേ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. റഹ്മത്തും ഞങ്ങൾക്ക് നീ തരല്ലേ തമ്പുരാനെ. പടച്ചവനെ ഞങ്ങളുടെ ഭാര്യയും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കൂടപ്പിറപ്പുകളും ഞങ്ങൾ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാ. പടച്ചവനെ എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല തമ്പുരാനെ. ഈമാനുള്ള മരണം തരണേ തമ്പുരാനെ. ശഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. തൗബ ചെയ്തു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ, കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ ഈ സദസ്സിലിരിക്കുന്ന ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അൽഉലമാഉ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ. ഈ പ്രായമുള്ളവർക്ക് നല്ല മരണം കൊടുക്കണേ അല്ലാ. ഈ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. നല്ല ജോലി കൊടുക്കണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. ഈ വിദ്യാർത്ഥികൾക്ക് നല്ല വിജയം കൊടുക്കണേ അല്ലാ. അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. എന്റെ ഉമ്മ പെങ്ങന്മാരെ മറക്കല്ല റബ്ബേ. ഒരുപാട് വേദന സഹിച്ചവരാ, ഇനിയും വേദനിപ്പിക്കല്ല റബ്ബേ. അറുത്തു മുറിക്കല്ലേ റബ്ബേ, കണ്ണുനീര് കുടിപ്പിക്കല്ലേ റബ്ബേ. സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ.